നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ 1-2 പ്രാവശ്യം ചാനലിൽ പുഡിങ് കാണിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ റെസിപ്പി കാണിച്ചില്ല. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. പ്രേക്ഷകർക്ക് ഫുള്ളായിട്ട് കണ്ടാലല്ലേ അത് മനസ്സിലാവുള്ളൂ. അപ്പം 1 കവർ പാലാണ് അതിനെടുക്കണത് കേട്ടോ, മിൽമ പാല്. അത് നമുക്ക് പൊട്ടിച്ച് സോസ്പാനിലേക്ക് ഒഴിക്കാം. ഒരു കവർ പാലെന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ. ഫ്രിഡ്ജിലിരുന്നോണ്ട് നല്ല തണുപ്പാട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി കല്ല് പോലെയുണ്ട്, അത് കുഴപ്പമില്ല, ഉരുകിക്കോളും. അപ്പം നമുക്ക് ഈ തണുത്ത പാലേ ഒരു കാര്യം ചെയ്യണം, കുറച്ച് ഇതിലേക്കൊന്ന് പകർത്തി വെച്ച് കാച്ചാൻ വെച്ചാൽ മതി. എന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാതെ. കുറച്ച് മതി. എന്നിട്ട് നമുക്കിത് കാച്ചിയെടുക്കണം. അത് നമ്മൾ എത്രത്തോളം കോൺഫ്ലവർ ചേർക്കണോ അത് കുഴയാൻ മാത്രം പാലെന്നെ ഉദ്ദേശിച്ചോളൂ. കോൺഫ്ലവർ ചേർത്ത് കലക്കാനുള്ളത് ആ തണിപ്പാലിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ഒരുവിധം തിളയ്ക്കും മുമ്പ് ചൂടായി ഇത് നമുക്ക് ഇവിടെ കിടന്ന് ചൂടായി അങ്ങ് വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പാല് മാറ്റി വെച്ചിട്ടില്ലേ, പച്ചപ്പാല്, കാച്ചാത്ത പാല്, ആ പാലിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ കോൺഫ്ലവർ ചേർക്കണ 1 കവർ പാലിന് എന്തോരാണ് അളവ് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഈ സ്പൂണിന് മാറ്റാം. ഈ സ്പൂൺ കുമ്പനെയാണ്. 1 2 3 കൂമ്പന. അത് മതി. അപ്പൊ നല്ല ബ്ലം 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 പോലെ. അതെ. നമ്മുടെ ആ പുഡിങ്ങിൽ നല്ല ടെക്സ്ചർ അല്ലായിരുന്നു അതിന്. അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി, കട്ടയില്ലാതെ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ആ പാല് അടുപ്പത്ത് പാലിരിക്കുന്നുണ്ട്, അത് ചൂടായി കഴിയുമ്പോൾ ഇത് അതിലേക്ക് ചേർക്കണം. മിക്സ് ചെയ്ത് ഇവിടെ വെക്കാം. എന്നിട്ട് അത് ഇളക്കി അങ്ങ് കാച്ചണ പരുവത്തിലേക്ക് വരട്ടെ കേട്ടോ. ഫുൾ കാച്ചി വരണ്ട, അതിനു മുമ്പ് നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ കിടന്ന് കുറുകിക്കോളും. അപ്പൊ പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല, ചൂടായി. ഇനിയിപ്പോൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസുകൾ ഓരോന്നും ചേർക്കും. അതെ, ഇങ്ങനത്തെ ഒരു തവിക്ക്. അത് ഷുഗർ അളവ് ഞാൻ പറയണില്ല, കാരണം പൈനാപ്പിളിൻ്റെ പുളിയൊക്കെ ചിലർക്ക് ഇഷ്ടമായിരിക്കും പുഡിങ്ങിന്. അപ്പം എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിത് ഇതിന് 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ധാരാളം മതി. തണുക്കുമ്പോൾ ഇച്ചിരി മധുരം കുറയും, അതനുസരിച്ച് മധുരം ചേർക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഐസ്ക്രീം പോലെ ഇതിന് മധുരം പാടില്ല. പുഡിങ്ങിന്റെ മധുരം ഒരു മൈൽഡ് തന്നെ. അപ്പം അതനുസരിച്ച് ഞങ്ങളിത് ഈ സ്പൂണിന് കൂമ്പനെ 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പം ഷുഗർ ചേർത്തല്ലോ നമ്മളെ. ഇനി ചേർക്കാനുള്ളത് ലാസ്റ്റ് കോൺഫ്ലവർ കലക്കിയത്. അത് കലക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് തിക്കാവും. അതെ, ഫുള്ളങ്ങ് ചേർക്കാം. ഇത് ഇച്ചിരി ഇതിലിരിപ്പുണ്ട്, പാല് കോരി ഒഴിച്ച് വെച്ച് ഇതിലേക്ക് തന്നെ ചേർക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് നീ പറഞ്ഞ പോലെ തിക്കായി വരും. ഇനി നമുക്ക് ഫുള്ളിലേക്ക് ആക്കാം കേട്ടോ. ഇത്രയും നേരം ഞാൻ ഇതൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതാണ്. ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി. കുറുകി വന്നുണ്ടോ? നിക്കണ നിപ്പില് കുറുവെന്ന് പറഞ്ഞ പോലെ അല്ലേ? നന്നായി കുറുകി വന്നുണ്ട്. കുറച്ചുകൂടെ കുറുകിട്ട് ഓഫ് ചെയ്താൽ മതി, സെറ്റായി കിട്ടാം. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം നമുക്കൊരു ചോക്ലേറ്റ് പുഡിങ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇച്ചിരി ഡെക്കറേഷൻ ഒക്കെ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊരു ചോക്ലേറ്റ് പുഡിങ് ചെയ്യണം അല്ലേ? എനിക്ക് പൈനാപ്പിൾ പുഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നമ്മൾ 3-4 പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ റെസിപ്പി കാണിച്ചില്ലല്ലോ, വെറുതെ പുഡിങ്ങിൻ്റെ മാത്രമല്ലേ കാണിച്ചുള്ളൂ. അതുകൊണ്ട് ഇച്ചിരിയുടെ കുറുകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവേ. ഷുഗർ ഒന്ന് നോക്കിക്കോട്ടെ, മതിയാവും, നോക്കിക്കോട്ടെ. മതി. നല്ല ഷുഗറാ. തണുക്കുമ്പോ ഇച്ചിരി കുറയും, അതുകൊണ്ട് കുഴപ്പമില്ല. ചേർക്കണ്ട, അധികമാണെങ്കിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കുറഞ്ഞോളൂ. 1 കവറ് പാലിനും കൊണ്ട് ഉണ്ടാക്കിയ ഞങ്ങളുടെ ഒരു ക്രിസ്റ്റലിൻ്റെ
അടപ്പുള്ള ബൗളുണ്ട്. ആ ബൗളിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ സൗകര്യം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ ചെയ്യണത്. അത് നല്ല അടപ്പ് കൊണ്ടപ്പോൾ നല്ല കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അതിലും വലിയൊരു ബൗളുണ്ട്, പക്ഷെ അടപ്പില്ല അതിന്. അത് ഇതാകുമ്പോൾ പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് ഇതായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓഫ് ചെയ്യുക. നന്നായിട്ട് തികയൊക്കെ വന്നു. ഇത് മതി. ഇനി തണുക്കാനായിട്ട് റൂം ടെമ്പറേച്ചർ ആക്കാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ കുറച്ചൊന്ന് സെറ്റ് ആകും. പുറത്തിരുന്ന് തന്നെ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് അനുവദിക്കാം. തണുക്കട്ടെ. അപ്പം ഒരു കാര്യം കൂടെ എടുത്തേച്ച് വെക്കോ. പൈനാപ്പിളിൻ്റെ പടം ഒന്ന് എടുത്തേച്ച് വെക്കോ. ഞാൻ പുറത്ത് കൊണ്ട് ചെത്തിക്കൊണ്ട് വരാം. അവിടെ ഉണ്ട്, വരാം. അവിടെ വെച്ചേച്ച് വരാം. എവിടെയാ തണുക്കാൻ വെക്കണേ? ഇവിടെ പേപ്പർ ഇരിപ്പുണ്ട്, അതിൻ്റെ അടിയിലാണ്. ടേബിൾ മാറ്റ് എങ്ങാൻ പിന്നെ ചൂടല്ലേ. ഇങ്ങനെ ഇരുന്നോട്ടെ. ഞാനിത് വലയിട്ട് വെച്ചേച്ച് വരാം. അതേ തണുപ്പോ. തണുക്കട്ടെ. മൂടട്ടെ. കുടിക്കോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പുറത്തേക്ക്, വർക്ക് ഏരിയ വിട്ട് പുറത്തേക്ക്. ഇവിടെ എടുത്തുവാണേ ലൈറ്റ്. ലൈറ്റ് കെടുത്തി. പുറത്തേക്കാണോ? പുറത്താണോ പൈനാപ്പിൾ ഇരിക്കണേ? ആ, അത് അവിടെ ഇരിപ്പുണ്ട്. അമ്മ പുറത്ത് പോകുമ്പോ വേറെ ചെരുപ്പാണ് ഇടുന്നത്. ഇഷ്ടമല്ല. വെരി നീറ്റ്. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ. ഞാൻ മുട്ടി മാറ്റട്ടെ ആദ്യം. ഞാൻ മുട്ടി മാറ്റണൊക്കെ ഈസി മെത്തേഡാ. നോക്കിക്കേ. ഓ, സിമ്പിൾ. ഇതൊക്കെ എനിക്കറിയാം. അതെനിക്കറിയാം, കാണണതല്ലേ. നമുക്കൊരു ചീത്ത ചീനിച്ചട്ടി ഉണ്ട്. അതിലേക്ക് തൊണ്ട് ചെത്തിയിടാം. ഞാൻ എടുത്തോണ്ട് വരാം. അവിടെ നിന്ന് ഇതിലേക്ക് തൊണ്ട് ചെത്തിയിടാം. ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ചോപ്പിംഗ് ബോർഡ് വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ ഇത് ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും. ഒരെണ്ണല്ലേ ഉള്ളൂ. പ്രകൃതിയോട് ഇണങ്ങിയിരുന്നാണ് അമ്മ പൈനാപ്പിൾ ചെത്തുന്നത്. നമ്മുടെ ദൃശ്യങ്ങളൊക്കെ നല്ല രസമല്ലേ. മഴയില്ലാത്തതുകൊണ്ട് പിന്നാമ്പുറത്തിരിക്കാനും സുഖം. അതെ. ചൂടുമില്ല. സന്ധ്യ ആവാറായതുകൊണ്ടല്ലേ. 6 മണി ആവാറായി സമയപ്പം അല്ലേ. അതെ. ചോട്ടി കൊണ്ടേ ഇടണം ലാസ്റ്റ് തൊണ്ട. ഇതാക്കി ഇരുന്ന കാക്ക കൊത്തി പതർമിറ്റത്തേക്ക് മുഴുവൻ. അപ്പൊ അമ്മ പൈനാപ്പിളിന്റെ ചെത്തിയ വേസ്റ്റ് കളയാൻ പോവാണ്. ഭയങ്കര സ്പീഡാ. ഞാനും നടന്നെത്തട്ടെ. സന്ധ്യ ആവണേന് കാട്ടിലേക്കൊക്കെ. അതെ. അവിടെ അത് വളമായി അവിടെ കിടന്നോളും. നമുക്ക് പോവാം. നമ്മൾ പൈനാപ്പിളൊക്കെ ചെത്തി കാണിച്ച പൈനാപ്പിൾ ഇച്ചിരിയുടെ പോളിഷിട്ട് ചെത്തി കളയാനുണ്ട് കേട്ടോ. തൊണ്ട് അത് കാണിച്ചു തരാം. ചെത്തി ഫിനിഷിങ് സ്റ്റേജിലാകുമ്പോൾ കാണിക്കാം. അതെ. ഇതെവിടെ ഇരുന്ന് ചെത്താം. ബാലൻസിൻ്റെ മേലും മിനിങ്ങാണ്ട് ചെത്തി കളഞ്ഞാൽ ഇനി വിഷയമുള്ള ചെത്തലല്ല. മഴ വന്നാലും അകത്ത് കയറി പോകാം. അതെ. വളരെ സ്പീഡിലാണ് അമ്മ പൈനാപ്പിളൊക്കെ ചെത്തിക്കളയണേ. എനിക്ക് പതുക്കെ ഇഷ്ടമല്ല. അപ്പം ചിലപ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ കൈയൊക്കെ സൂക്ഷിക്കണം. നല്ല മൂർച്ചയുള്ള കത്തിയെ പോരെങ്കിൽ. കണ്ണ് കളയാണ് അതിൻ്റെ മുള്ള. അപ്പൊ ചേന്തി കുറച്ചുകൂടി അതിന്റെ സ്കിന്നൊക്കെ ക്ലീൻ ആക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്നാന്നോ പിന്നെ കുറച്ച് നമ്മൾ കുരുന്ന് അരിഞ്ഞ് വിളയിച്ചെടുക്കണ്ടേ മീതെ ഡെക്കറേഷന് വേണ്ടി. അപ്പം വിളയിച്ചെടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ കണ്ണ് ഒരുപാട് കളയണ്ട. കാരണം ഈ ചൊറിയൊന്നുമില്ല. അത് വിളയിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോവില്ല. റഫ്നെസ് പോവും. പിന്നെ മറ്റത് ജ്യൂസിനും. അപ്പം പിന്നെ ഇത്രയും ക്ലീൻ ആക്കിയാൽ മതി. നമുക്ക് അകത്ത് പോവാം. അകത്ത് പോയേച്ചൊരു പരിപാടി ഉണ്ട്. വൈകുന്നേരത്തെ ചായ പരിപാടി എടുത്ത് കഴിച്ചേച്ച് വേണം പണി. അതെ. ഇവിടെ ഇട്ടേക്കാം. ഇത് നമ്മൾ പിന്നാമ്പുറത്ത് വെച്ചേക്കണതോ. അതെ. നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനെ ഇട്ട് വിളയിച്ചോണ്ടിരിക്കുകയാണ്. അതിനില്ലേ ഒരു 2 ഡേയും നമ്മുടെ സ്പൂണിൻ്റെ അളവ് ഞാൻ കാണിക്കുന്നത്. ഈ സ്പൂണിന് 2 സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത്. കാരണം പൈനാപ്പിളിന് ഇച്ചിരി പുളിപ്പുണ്ട്. അത് കാരണം ശരിക്കും പഴുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. വെള്ളം വിളയിക്കാനായിട്ട് ഒഴിക്കണം. അല്ല, വിളയിക്കാൻ വെള്ളം ഒഴിച്ചില്ല. ഷുഗറിലെ വെള്ളം. നല്ലതായിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി പുളി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് മധുരം ചേർത്തേക്കണം. അങ്ങനെ നമ്മുടെ സ്ഥിരം പുഡിംഗ് ട്രേ ഇവിടെ എടുത്ത് വെച്ചു. അതില് ബട്ടർ പുരട്ടി. ബട്ടർ പുരട്ടി തന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, വിട്ടു പോരാൻ വേണ്ടി. വിളയിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിള്. അത് തണുക്കേണ്ട ആവശ്യമുണ്ടോ? തണുത്തേച്ചേ പറ്റുള്ളൂ. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മള് സ്വല്പം കൈ കൊണ്ട് തന്നെ
ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുക. മീതിയാണ് കൂടുതൽ വെക്കണേ. അടിയിൽ ഞാൻ സ്വല്പം ഇടുവൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇത് കടിക്കണ എപ്പോഴും നല്ലതല്ലേ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കണില്ലല്ലോ. പൈനാപ്പിൾ അല്ലേ ഫുൾ ഇതിലാ. പൈനാപ്പിൾ പുഡിംഗ് തന്നെയല്ലേ പേരും. അപ്പൊ ഇത്ര നമ്മൾ ഇതിൽ വെച്ചു. ഇനിയിപ്പോ നമ്മള് തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി. ഇനിയിപ്പോ അവിടെ ഇരുന്ന ഇത് ശരിക്കും ഇതൊരു ചെറിയ ചൂട് ഇപ്പൊ ഇതിനുണ്ട്. ഇത് നമുക്ക് കവർ ഇട്ട് മൂടി വെക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോ ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ബാക്കി പരിപാടികൾ പിന്നാലെ കാണിക്കാം. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ്. ഇന്നലെ സെറ്റാക്കി വെച്ച പൈനാപ്പിൾ പുഡിംഗ് ആണ്. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാം. കട്ട് ചെയ്ത് നമുക്ക് ആദ്യം ഞാനൊരു നോക്കട്ടെ കേട്ടോ, അരികു വഴി ഒന്ന് വിട്ട് പോരും. നമുക്കൊരു പ്ലേറ്റിലേക്ക് കമത്തി വെച്ച് കട്ട് ചെയ്താലോ. എന്നാന്ന് വെച്ചാൽ ഇതിലിങ്ങനെ ഈ ചെറിയ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ ഞെരിങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ ഇച്ചിരി വിഷമായിരിക്കും. നമുക്കൊരു പാത്രത്തിൽ കമത്തി നോക്കട്ടെ കേട്ടോ. അങ്ങനെയല്ല, പാത്രം കയ്യിൽ പിടിക്കണതേ. അപ്പം ഞാനൊന്ന് കമഴ്ത്തി നോക്കട്ടെ പോരുമോന്നുള്ളത്. പോന്നല്ലോ. എനിക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് അല്ല കേട്ടോ ഇത്. അതാ ഞാൻ പറഞ്ഞ് പോരുമോന്ന് നോക്കട്ടെ എന്ന്. നല്ല ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ക്വാർട്ടർ പ്ലേറ്റ് എടുത്തോണ്ട് വരട്ടെ കട്ട് ചെയ്ത് വെക്കാൻ. കത്തി കൊണ്ട് തന്നെ അങ്ങ് കട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഓർത്ത് ഒരു നമ്മൾ മേടിച്ച ചട്ടകം പോലെയുള്ളത് എടുക്കാമെന്ന്. പിന്നെ ഞാൻ കരുതി വേണ്ടാന്ന്, ഇത് തന്നെ ആവട്ടെ എന്ന്. ഒരു കാര്യം ചെയ്യാനോട്ട് കേട്ടോ, ഡെക്കറേഷൻ. ഇനി എൻ്റെ വശം വെച്ചാട്ടോ ഞാനിങ്ങനെ ഇത്രയാക്കി കട്ട് ചെയ്ത്. ഇനി നമുക്ക് ഈ പീസിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതായത് പൈനാപ്പിളിൻ്റെ വിളയിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ അകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിരുന്നതാണ്. അത് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പൈനാപ്പിൾ ആവുമ്പോൾ നമുക്ക് ഇച്ചിരി അധികമായാലും വിഷയമൊന്നുമില്ലല്ലോ. ഈ പുളിപ്പൊക്കെ ഉള്ളതല്ലേ, കടും മധുരം അല്ലല്ലോ. പിന്നെ അകത്ത് ഇട്ടേക്കണത് കൊണ്ട് കടിക്കാനും ഒക്കെ നല്ലതായിരിക്കും. അത് പോരെ, മതി. ഈ പീസിലും വെച്ചേക്കാം. ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. അപ്പം ചുമ്മാ ഡെക്കറേഷൻ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതിൽ. ഇത് നമുക്ക് പിന്നെ കഴിക്കാൻ നേരത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊന്ന് എടുത്ത് ഒരു ക്വാർട്ടർ പ്ലേറ്റിലേക്ക് വെക്കട്ടെ എന്നാ. നോക്കട്ടെ. വെച്ചേക്കട്ടെ എന്നാ കഴിക്കാൻ. വെച്ചോളൂ. അത് എടുത്ത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. സ്പൂൺ എടുത്തുകൊണ്ട് വന്ന് എങ്ങനെയാന്ന്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം പുറത്തേക്ക് പോയി ഊണ് കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുന്നത്. നീ ഇപ്പം ഒന്ന് കഴിച്ച് നോക്കിക്കേ, നല്ലതായിരിക്കും. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇപ്പം ചെയ്തല്ലോ. ഇനിയിപ്പോൾ പൈനാപ്പിൾ അതിൽ വേണ്ടല്ലോ, അതുപോലെ മതി. വെരി ടേസ്റ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്, പക്ഷെ വളരെ ടേസ്റ്റിയുമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ പാലും പഞ്ചസാരയും കോൺഫ്ലവറും പൈനാപ്പിളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ എസൻസ് ഒക്കെ യൂസ് ചെയ്യണവർക്ക് എസൻസ് യൂസ് ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞങ്ങൾ വേറെ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള ഇത് മാത്രം ഇതിൽ ചേർത്തേക്കണം. പൈനാപ്പിൾ പുഡിംഗ് എന്നുള്ള പേരിൽ പൈനാപ്പിൾ ആണല്ലോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമുള്ളൊരു പുഡിംഗ് ആണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. വളരെ ടേസ്റ്റിയാണ്. പിള്ളേർ ഇപ്പം ഈ പൈനാപ്പിൾ ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കാനും ഒക്കെ കിട്ടും വീടുകളിൽ ഇല്ലെങ്കിലും. അപ്പം പിള്ളേർക്ക് ഈ പാലും ഇതുമൊക്കെ പൈനാപ്പിളും ഒക്കെ ചില പിള്ളേർക്ക് പൈനാപ്പിളൊക്കെ ചെത്തി കൊടുത്താൽ തിന്നാൻ മടിയായിരിക്കും, മുള്ളെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ഉള്ളിലാക്കാം പിള്ളേരുടെ. അപ്പം അത് ടേസ്റ്റിയുമാണ് അല്ലേ. ഇനി ഞാനിത് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് എടുത്താൽ മതിയല്ലോ, ഇതിലേക്ക് തന്നെ ഇട്ട് വെക്കാൻ നോക്കാം.